അപ്പോൾ അതായത് ഞങ്ങൾ ഇന്ന് മടങ്ങാണ് കേട്ടോ. ഞാൻ മാത്രമല്ല, ഞാനും തുത്തും മക്കളൊക്കെ ഇന്ന് തിരിച്ചു പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് എന്താ പറയുക, ഒരു നല്ലോണം ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. 2 ദിവസമായിട്ട് ഭയങ്കര ബഹളവും തീറ്റയും കൂടിയും പ്രദൂഷണം പറിച്ചിലും ഓർക്കൊഴിവും കാര്യങ്ങളൊക്കെ ആയിട്ട് 2 ദിവസം കഴിഞ്ഞു. ഞങ്ങൾ ഇന്നിപ്പോൾ ദീപാവലി ആയതുകൊണ്ട് തിങ്കളാഴ്ച ഒഴിവാണല്ലോ, അത് തിങ്കളാഴ്ചത്തെ വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി നല്ലോണം പിന്നെ ലേറ്റായിട്ടാണ് കിടന്നത്. കാരണം പോവല്ലേ, നാളെ പോവുമല്ലോ എന്ന് കരുതിയിട്ട് ഞാനും തുത്തൊക്കെ കുറേ നേരം സംസാരിച്ചിരുന്നിട്ട് നേരം വൈകി പിന്നെ 5 മണി 6 മണി ആ സമയത്താട്ടോ ഞങ്ങൾ കിടന്നത്. കാരണം എന്താ ആ സമയം പറയാൻ കാരണം എന്താ വെച്ചാൽ നീനുട്ടിക്ക് ഡ്യൂട്ടി 7 മണിക്കായതുകൊണ്ട് ഓക്ക് 5:30 ഞാൻ ഓളെ വിളിക്കണം, അലാറം വെച്ചിട്ട് ഞാൻ ഓളെ വിളിച്ചുകൊടുത്തല്ലേ. അപ്പോൾ ആ സമയത്ത് വരെ ഞങ്ങൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നീനുവിനെ വിളിച്ചുകൊടുത്തതിന് ശേഷമാണ് ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ ഞങ്ങൾ ഉറങ്ങിയപ്പോൾ. അപ്പോൾ ഇന്ന് പിന്നെ ഞങ്ങൾ പോവുമല്ലേ എന്ന് കരുതി ഇമ്മയൊന്നും വിളിക്കാനോ വിഷമിപ്പിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ ഒന്നും വന്നില്ല, ആ ഭാഗത്തേക്ക് വന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറേ നേരം കണ്ട് സുഖമായിട്ട് ഉറങ്ങി. ഒരു 12 മണിക്കാണ് എഴുന്നേറ്റ് വരുന്നത്. അപ്പോൾ മക്കളൊക്കെ ഇവിടെ എഴുന്നേറ്റ് ഒരു ഫുഡൊക്കെ കഴിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇമ്മ വർത്താനത്തേക്ക് ഞങ്ങളെ ഒരു മണിയൊക്കെ ആയപ്പോൾ ഉമ്മാനെ പോയി ഉറങ്ങാൻ പറഞ്ഞ് പായിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇമ്മ എത്ര നേരം വൈകി ഉറങ്ങിയാലും രാവിലെ നേരത്തെ എണീക്കും. അപ്പം ഞാൻ ഉറക്കം ഒഴിയണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഉമ്മാനെ വേഗം 1 മണിയൊക്കെ ആയപ്പോക്കിന് ഉറക്കിയിട്ടാണ് ഞങ്ങൾ സംസാരിക്കാൻ വേണ്ടി ഇരുന്നത്. പിന്നെ ഐറൂസിനെയും മോളൂനെയും പിന്നെ മോൾക്ക് പറഞ്ഞു വെച്ചിട്ട് അവിടെ റൂമുണ്ട്. മോളിൽ 2 ബെഡ്റൂമാട്ടോ. അപ്പോൾ അവിടെ ഒരു ബെഡ്റൂം പിന്നെ ഞാനെൻ്റെയും നുജുമിൻ്റെയാണ്. അപ്പോൾ ഒരു ബെഡ്റൂം അങ്ങനെ ഫ്രീ ആയിട്ടുണ്ട്. അപ്പോൾ ആ റൂമിക്ക് ഓലെ പിന്നെ ഐറൂനെയും മോളൂനെയും കൊണ്ടുപോയി കടത്തി ഉറക്കി ഞങ്ങളുണ്ടല്ലോ മാത്രം സമാധാനത്തോടു കൂടി കുറേ നേരം സംസാരിച്ച് അങ്ങനെ എന്തൊക്കെയോ ഒന്നുമൊക്കെ അങ്ങനെ പോയി പിന്നെ വർത്തമാനം പറയാണ്ട് അങ്ങനെ കിടന്നപ്പോൾ 5 മണി 6 മണി ആയത് കേട്ടോ. ഇപ്പോൾ എഴുന്നേറ്റ് വന്ന് എന്താ പറയുക, എഴുന്നേറ്റ് അവിടെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചക്കാണ്, ലഞ്ചായിപ്പോയി എന്നുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല പാലപ്പും പിന്നെ ഇതും ഉണ്ടാക്കിയിട്ടുണ്ട്, സ്റ്റൂ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ മണവും ടേസ്റ്റും പിന്നെ തുത്തുവാണെങ്കിൽ ഇങ്ങനെ നിർബന്ധിക്കരുത്, അത് ഇന്ന് പോവല്ലേ കഴിച്ചോ, വാ നമ്മൾ പിന്നെ ഇന്നും കൂടിയല്ലേ ഉള്ളൂ, നാളെ മുതൽ എന്തെങ്കിലും ചെയ്യാമല്ലോ ഡയറ്റൊക്കെ ചെയ്തുകൊണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ അമ്മയും പറഞ്ഞു പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട, ഉച്ചക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് അങ്ങോട്ട് പോവാം അങ്ങനെയൊക്കെയായിരുന്നു പ്ലാൻ. കാരണം ഇന്നലെയൊക്കെ നല്ല ഫുഡ് അടി ആയിരുന്നല്ലോ, കുറേ ദീപാവലി മുട്ടായും കാര്യമില്ലാത്ത ഒരു സാധനങ്ങളൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ ഇന്ന് ഇപ്പോൾ രാവിലെ ഇതൊക്കെ കണ്ട് പിന്നെ അമ്മ പറഞ്ഞു ഇഞ്ച് പോവുമല്ലേ, ഇനിയിപ്പോൾ അവിടെ പോയിട്ട് പട്ടിണി ഇടയ്ക്ക് എന്തെങ്കിലും ചെയ്തോ, ഇന്നിപ്പോൾ ഫുഡ് കഴിച്ചോ എന്നൊക്കെ പറഞ്ഞപ്പം ഫുഡ് കഴിക്കണ കാര്യമല്ലേ, നമ്മൾ പെട്ടെന്ന് വീഴുമല്ലോ. അപ്പോൾ ഞാൻ പിന്നെ ഒരു പാലപ്പും സ്റ്റൂ ഒക്കെ കഴിച്ചിട്ടോ. സ്റ്റൂവിൻ്റെ ടേസ്റ്റ് കൊണ്ട് ഞാൻ അതിൻ്റെ റെസിപ്പിയൊക്കെ ചോദിച്ചിട്ടുണ്ട്, നടക്കുമെന്ന് അറിയില്ല, ഉണ്ടാക്കി നോക്കണം അരി കൊടുത്തിട്ട് എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങളിത് ആ ബ്രോസ്റ്റ് ആട്ടോ കൊണ്ടുവന്നത്. ചോറ് വെക്കണ്ട, ബ്രോസ്റ്റ് കൊണ്ടുവരാമെന്ന് ചോദിച്ചു പറഞ്ഞത്. കാരണം കഴിഞ്ഞ ദിവസം മന്തി, അതിന് പിന്നെ ഒരു ദിവസം ബിരിയാണി ഒക്കെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇനിയിപ്പോൾ ഒന്നും ഉണ്ടാക്കാനോ നിൽക്കണ്ട, അമ്മ ഫ്രീ ആയിക്കോട്ടെ, നമുക്ക് പുറത്തുനിന്ന് ബ്രോസ്റ്റ് ഉണ്ടാക്കി. കുട്ടികളോടൊക്കെ ചോദിച്ചാൽ പോലും തന്നെയാണ് പറഞ്ഞത് ബ്രോസ്റ്റ് ആക്കാമെന്ന്. അവർക്ക് ആർക്കും ചോറിൻ്റെ ഐറ്റംസ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ പിന്നെ ബ്രോസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. അതിന് മയോണൈസും സോസൊക്കെ സെപ്പറേറ്റ് ഇങ്ങനെ ആക്കുന്നുണ്ട്. ഫസ്റ്റ് ട്രിപ്പ് തന്നെ മക്കൾക്ക് കൊടുക്കാമെന്ന് കരുതി. കാരണം മക്കൾ രാവിലെ ഒരു 10:30 എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കോല് നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളാണ് എഴുന്നേൽക്കാൻ നേരം വൈകിയതും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നേരം വൈകിയതൊക്കെ. അപ്പോൾ മക്കൾ വിശക്കുന്നു വരുന്നതുകൊണ്ട് ഓൾക്ക് വേഗം ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതുകൊണ്ട് പിന്നെ ഓൾക്ക് വേഗം ഫുഡ് കൊടുത്തിട്ടു. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കഴിക്കാനിരുന്നത്. നുജുമിന് കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് പിന്നെ ഉച്ചൻ്റെ സമയത്ത് ഓനും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓരൊക്കെ കീറ്റോ തുടങ്ങിയിട്ടുള്ള ആൾക്കാരാണ്, കീറ്റോ ഡയറ്റ് തന്നെയായിരുന്നു. ഇന്ന് 2 ദിവസത്തിന് ചെറുതായിട്ടൊന്ന് മാറ്റി വെച്ചതാണ്. ഇനി നാളെ ഓലും തുടങ്ങും കീറ്റോ ഡയറ്റ്. അപ്പം പിന്നെ ഓലും രാവിലെ നാനി നുജുമൊക്കെ പിന്നെ പാലപ്പൊന്നൊക്കെ കഴിച്ച് നുജുമ് പണിക്ക് കയറിയതാണ്. ഓനിവിടെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന കമ്പ്യൂട്ടറിൽ ചെയ്യാനുള്ള പണിയായിരുന്നു കേട്ടോ. അങ്ങനെ ഉച്ചയ്ക്ക് ഇറങ്ങി വന്നിട്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് കഴിച്ചു. മോളും രാവിലെ മുട്ടയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഓള് പിന്നെ അപ്പൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ ബ്രോസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ അടിപൊളി. ഞാൻ 2 പീസ് എടുത്തു. ലേശം മയോണൈസും സോസൊക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് തന്നെ തട്ടിയിട്ടുണ്ട്. എത്ര ഞാൻ അരിക്കോട്ട് പോരുമ്പോഴൊക്കെ ഞാൻ വിചാരിക്കും കേട്ടോ, എന്തായാലും ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ ശ്രദ്ധിക്കും വിചാരിക്കും. പക്ഷേ കഴിയില്ല. ഇവിടെ എത്തുമ്പോൾ എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ എല്ലാവരും കൂടെ പിന്നെ ഒരുമിച്ച് ഇങ്ങനെ കഴിക്കുമ്പോൾ ഒന്നും കൂടി നമുക്ക് കഴിക്കാനുള്ളൊരു ഒറ്റയ്ക്ക് ഇരിക്കണമെങ്കിൽ എല്ലാവരും ഉണ്ടാകുമ്പോൾ വേറൊരു ഇതാണല്ലോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് അങ്ങോട്ട് കഴിക്കുന്നുണ്ട്. പിന്നെ ഇനി ഒരു 3 മണിക്കൊക്കെ ഇറങ്ങണം എന്നാണ് പ്ലാൻ. ഇപ്പോൾ തന്നെ സമയം 2 മണി 2:30 ആയിട്ടുണ്ട്. അറിയാമല്ലോ, നമ്മൾ എഴുന്നേൽക്ക് വരുമ്പോൾ തന്നെ 12:30 ആയതുകൊണ്ട് രാവിലത്തെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഒരു ഗ്യാപ്പൊക്കെ വേണ്ടേ.
അപ്പോൾ അങ്ങനെ ഗ്യാപ്പിട്ട് പിന്നെ ഞങ്ങൾ 2:30ക്കാണ് പിന്നെ കഴിച്ചത്. അങ്ങനെ ഫുഡ് കഴിച്ച് ഉടനെ തന്നെ പിന്നെ വേഗം റെഡി ആവുമായിരുന്നു കേട്ടോ. കാരണം തുത്തുവിന് അവിടെ 5:30 എത്തണം. ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഒരു മഴയാണല്ലോ അല്ലേ, ഇടിയും മഴ. ഇന്ന് മഴ പിന്നെ ഇടി പൊട്ടുന്നത് ആലോചിക്കുമ്പോഴാണ് പേടിയില്ല. അപ്പം അപ്പോക്കിനും അവിടെ എത്തണം കരുതിയിട്ട് പിന്നെ ഞങ്ങൾ വേഗം റെഡി ആവണം. പിന്നെ പെട്ടെന്നുള്ള റെഡി ആവുന്നതുകൊണ്ട് പാക്കിങ്ങും കുറേ അലക്കിയതുണ്ടായിരുന്നു, പിന്നെ അലക്കാനുള്ളതുണ്ട്, ഒക്കെ സെപ്പറേറ്റ് ഒക്കെ പാക്ക് ചെയ്യേണ്ടത്. 2 ദിവസം നിന്നതല്ലേ. അപ്പോൾ ഒക്കെ മക്കളതൊക്കെ തിരഞ്ഞ് കണ്ടുപിടിച്ച് 3 ആളും ഒരേ വലിപ്പമായതുകൊണ്ട് ഒക്കെ ടീഷർട്ടുകളും കാര്യങ്ങളായതുകൊണ്ട് ഇങ്ങോട്ടൊക്കെ മാറും കേട്ടോ. ഒക്കെ കണ്ടുപിടിച്ച് 2 ആൾക്കും 3 ആൾക്കും ഒക്കെ സെപ്പറേറ്റ് ആക്കി. പിന്നെ മോളുണ്ട് ഐറൂസിൻ്റെ ഒക്കെ മോള് തന്നെ റെഡിയാക്കി എല്ലാം പാക്ക് ചെയ്ത് ഞങ്ങൾ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങിയ സമയത്താണ് നുജൂമ് മക്കളെയും കൊണ്ട് പുറത്ത് പോയതിട്ട്. അപ്പോൾ ആ സമയത്തൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഒരു കാർ എടുത്തിട്ട് എല്ലാ മക്കളൊക്കെ കൂടെ അങ്ങോട്ട് കയറിയിട്ട് പോയിട്ടുണ്ട്. ഐറൂസ് മാത്രം പോയില്ല കേട്ടോ. ഐറൂസ് പിന്നെ അടങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ഇതാ തുത്തൂൻ്റെ വണ്ടിയിൽ കയറി നിൽക്കുകയാണ്. അപ്പോൾ ഓലൊക്കെ കൂടെ ഒന്ന് കറങ്ങി വരാമെന്ന് പറഞ്ഞ് പോയി മടങ്ങി വരുമ്പോൾ ഒരു ലോഡ് ഐസായിട്ടാണ് വന്നത് കേട്ടോ. അങ്ങനെ മക്കളെയും കൊണ്ട് പോയതല്ല. അപ്പോൾ പിന്നെ ഒരിക്കൽ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ വാങ്ങിയത് ചോക്കോബാറാണ് കേട്ടോ വാങ്ങിയത്. അങ്ങനെ എല്ലാവർക്കും വാങ്ങിയിട്ട് എല്ലാവരും ഇരുന്ന് കഴിക്കുകയാണെങ്കിൽ ലാസ്റ്റ് പോകാൻ നേരമുള്ള ഒരു ഫുഡ് അടിയാണ്. ഇവിടെ എനിക്കാണെങ്കിൽ പറയുമ്പോൾ സൗണ്ട് ഇല്ല കേട്ടോ, സംസാരിക്കാൻ വയ്യ, നല്ല തൊണ്ടവേദന ഉണ്ട്. ഇപ്പോഴും വോയിസ് ഒന്നും റെഡി ആയി വന്നിട്ടില്ല. എന്നിട്ടും ഐസ് തിന്നതിന് ഒരു കുറവില്ല. ഐസൊക്കെ നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നുജൂമും ഞാനൊക്കെ നാളെ മുതൽ ഇനിയും ഗേറ്റ് തുടങ്ങിയല്ലേ, ഡയറ്റ് തുടങ്ങിയല്ലോ, അപ്പോൾ ഇന്ന് കഴിക്കട്ടെ എന്ന് പറഞ്ഞ് നിൽക്കണം കേട്ടോ. നല്ല ഓലെന്ന് വെച്ചാൽ എല്ലാവരും കൂടുമ്പോഴുള്ള ഒരു സംഭവമാണ്. അപ്പോൾ നമ്മളിത് കുറച്ച് ഒരാഴ്ച ഡയറ്റ് ചെയ്ത് കുറച്ച് സംഭവമൊക്കെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ കൂടിയ ഒരു അവസ്ഥ. ഞാൻ വെയിറ്റ് മെഷീനൊക്കെ നോക്കിയിട്ടില്ല, ആ ഭാഗത്തേക്ക് നോക്കിയിട്ടില്ല. ഇനി 2 ദിവസം ഡയറ്റൊക്കെ ചെയ്തിട്ട് വേണം നമുക്ക് വെയിറ്റ് മെഷീനിലൊക്കെ ഒന്ന് കയറാൻ. അങ്ങനെ എല്ലാവരും ഐറൂസ് വരെ നല്ല ഐസ്ക്രീം തിന്ന് എന്താ പറയുക ആർമാദിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളെ പിന്നെ അവിടുന്ന് ഇനിയിപ്പോൾ ഇറങ്ങുകയാണ്. ഒക്കെ വണ്ടിയിൽ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയൊന്നും പണികളൊന്നുമില്ല, എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി യാത്ര പറയാൻ ഇറങ്ങുക. ഈ ഇറങ്ങാൻ നേരം ഞങ്ങളൊക്കെ ഒരു കോലം നോക്കിയേ, ആരും ഒന്നും മര്യാദയ്ക്ക് ഡ്രസ്സൊന്നും ഇടൂല കേട്ടോ. ഇങ്ങോട്ട് വരുമ്പോൾ ഞങ്ങൾ എന്തൊരു സ്റ്റൈലാണ് മേക്കപ്പ് ചെയ്ത് നല്ല സുന്ദരികളായിട്ട് ഞാനും തുത്തൊക്കെ വരും. അങ്ങോട്ട് തിരിച്ചു പോകുമ്പോൾ തുത്തുവിനൊക്കെ ഒരു അവസ്ഥ നോക്കിയാൽ തുത്തൊക്കെ ലിപ്സ്റ്റിക്കൊന്നും ഇടാത്ത ഒരു സമയമല്ല. പക്ഷേ ഇവിടുന്ന് പോകുമ്പോൾ പിന്നെ ആകെ ഒരു ടെൻഷനും സങ്കടമൊക്കെ ആകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മേക്കപ്പ് ഇടാനൊന്നും തോന്നൂല കേട്ടോ. അപ്പോൾ ഞാൻ കാറിൽ കയറി കുത്തിരുന്നപ്പോൾ നീലും വണ്ടിയിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഓനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നുജൂമ് വന്നത്. എല്ലാ പ്രാവശ്യം അങ്ങനെയാണ് കേട്ടോ. ഞങ്ങൾ പോകാൻ ഇറങ്ങുമ്പോൾ നീലും ഞങ്ങളെ മടിയിൽ കയറി ഇരിക്കും. പിന്നെ ഓനെ ഇവിടുന്ന് വണ്ടി തിരിച്ചാണ് പോകുമ്പോൾ ഓനെ ഇവിടുന്ന് എടുത്ത് കൊണ്ടുപോകലാണ്. അങ്ങനെ എല്ലാ പ്രാവശ്യത്തെ പോലെ എല്ലാവർക്കും സങ്കടമുണ്ട്. പോവാലേ എന്നും പറഞ്ഞ് ഉമ്മയും നുജൂമും നാനിയും ഒക്കെ പറയുന്നുണ്ട്, പോവാലേ എന്ന് പറയുന്നുണ്ട്. ഇതൊരു പിന്നെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു എന്താ പറയുക ഒരു വേദന തന്നെയാണ്. ഇത് ഒരു 2 ദിവസം നിന്ന് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സങ്കടം പെൺകുട്ടിയൊക്കെ പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു സങ്കടം തന്നെയാണ്. പിന്നെ ഇനിയിപ്പോൾ നാളെ മുതൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള ജീവിതശൈലി പഴയ പോലെ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ആയിട്ട് അങ്ങനെ പോകും. അപ്പോൾ ഞങ്ങളിതാ എല്ലാവരും കൂടി ഇറങ്ങി. അപ്പോൾ ഞാൻ തുത്തും പറയുന്നു ഞങ്ങളത് മുഖത്തിൻ്റെയൊക്കെ ഒരു കോലെ ഞാൻ ഇട്ട ഡ്രസ്സുമേലെ അങ്ങോട്ട് പോവാണ് കേട്ടോ. ഇനിയിപ്പോൾ അരീക്കോട് കോളം വണ്ടിയിലാണ് പോകണം. ഇനി നമ്മൾ പോണ വെഹിക്കലോടെയും വണ്ടി നിർത്താനോ ഒന്നും വിചാരിച്ചിട്ടില്ല. അപ്പോൾ ഇനിയുള്ള ഡ്രസ്സുമേലെ അങ്ങോട്ട് പോകാമെന്നുള്ള അങ്ങനെ പോവാണ്. ഒരു മേക്കപ്പ് ഇടുക, ഒരു പൗഡർ ഇടുക, ഒന്നുമില്ല. കോല നോക്കിക്ക് അവർ ഏറ്റവും ഒന്നും മര്യാദയ്ക്ക് ഡ്രസ്സ് ചെയ്തിട്ടില്ല. തുത്തുൻ്റെതാണ് ഇങ്ങനെ മോളൂൻ്റെ നോക്ക് മുഖം പോലും ഒന്നും കഴുകിയിട്ടില്ല, ഒക്കെ അതേപോലെ അങ്ങോട്ട് കയറി ഇരുന്നിക്കാണ്. അങ്ങനെ ഞങ്ങളതാ അരീക്കോടെത്തിയ പാടന്നെ മക്കൾ കടയിൽ പോകണമെന്ന് പറഞ്ഞിട്ട് പൈസയും വാങ്ങി പോയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എത്തിയാറിയാലോ അവിടെ അടുത്തുള്ള കടയിൽ പോയിട്ട് എന്തെങ്കിലും ഒന്ന് വാങ്ങണം. അപ്പോൾ ഞാൻ അത് ചെയ്തോട്ട് ഇനിയിപ്പോൾ അതായിട്ട് കുറക്കണ്ടെന്ന് കരുതിയിട്ട് ഓലെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. തുത്തുഞ്ഞ് വീട്ടിലേക്ക് കയറുന്നില്ല, കയറി കഴിഞ്ഞാൽ ലേറ്റ് ആവും. അവിടെ 5 മണിയാകുമ്പോഴെങ്കിലും എത്തണം. നല്ല മഴ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നീനൊന്ന് വരുന്നുണ്ട്. അപ്പോൾ നീനോട് 4 മണിക്ക് ഡ്യൂട്ടിയിൽ നിന്ന് ഇറങ്ങിയ പിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ചെറുതായിട്ട് മഴ ഉണ്ട്, ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, ബസ്സിനൊക്കെ ബ്ലോക്കാണ്. അപ്പോൾ തുത്തുന് ഇപ്പോൾ ഇവിടെ ഇല്ല. ഓളിഞ്ഞ് അവിടുത്തെ പോക്കിന് മഴ കിട്ടിയാലോ എന്നുള്ള പേടിയുണ്ട്. അങ്ങനെ ഇറങ്ങാനോ നിൽക്കുന്നില്ല, വേഗം പോവുകയാണ്. മക്കൾക്ക് കുറേ ഹോംവർക്ക് ഉണ്ട്. നാളെ ഇനി പഴയ പോലെ സ്കൂളും കാര്യങ്ങളൊക്കെ തുറക്കല്ലേ. അപ്പോൾ ഇനി ഹോംവർക്ക് ഒന്നും എഴുതിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇതുമൂന്ന് നാളെ സ്കൂളില്ല കേട്ടോ. ഓലെ സ്കൂൾ സബ് ജില്ലേൻ്റെ എന്തോ പരിപാടി ഉള്ളതുകൊണ്ട് ഓലെ സ്കൂളിൽ വെച്ചാണ് നടത്തുന്നത്. അപ്പം ഓക്ക് നാളെ സ്കൂളില്ലാത്തതുകൊണ്ട് ഓക്ക് പ്രശ്നമില്ല, ഓക്ക് ഇനി 2 ദിവസം കൊണ്ട് എഴുതിയൊക്കെ മതി. പക്ഷേ തുത്തുൻ്റെ മക്കൾക്ക് ഇനി നാളെ സ്കൂളുണ്ട്. അപ്പോൾ കുറേ ഹോംവർക്കും കാര്യങ്ങളൊക്കെ എഴുതാനുണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങാനും നിൽക്കാത്തതാ ഓല് പോയി. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. മോള് പിന്നെ ഐറൂസ് വണ്ടിയിൽ നിന്ന് ഉറങ്ങീനി. എങ്ങോട്ട് പോരുന്ന വീക്കെന്ന് കാറിൽ നിന്ന് ഉറങ്ങിയപ്പം
മോനും കൊണ്ട് അങ്ങോട്ട് മോള് മുന്നിലേ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും ഇതും യാത്രയൊക്കെ പറഞ്ഞ് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ പിന്നെ മോളുവിൻ്റെ ഹസ്ബൻഡ് രാത്രി വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രിയാണ് ഓരോ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇതാ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തിരിച്ചു പോവുകയാണ് മോളും. പിന്നെ നീനുട്ടി ഇപ്പോൾ വരും. പക്ഷെ നീനുവിനെ കണ്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നതായിരുന്നു. പക്ഷെ അപ്പോൾ ഓളെ ഹസ്ബൻഡ് വന്നപ്പോൾ പിന്നെ ഇനി ഓനധികം പോസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് കരുതി ഓൻ അരീക്കോട് എന്തോ മീറ്റിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വന്നതാണ്. അപ്പോൾ ഇനി പോവാമെന്നും പറഞ്ഞത് ആ യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ്. നീനുവിനെ കാണാത്തതിൻ്റെ ഒരു സങ്കടമാണ് ഓളെ മുഖത്തിട്ടോ. പിന്നെ അറിയാലോ, വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എല്ലാവർക്കും സന്തോഷിക്കാരം, മടങ്ങി പോകുമ്പോൾ എല്ലാവർക്കും ഒരു വിഷമമായിരിക്കൂലേ. അപ്പം മോള് പിന്നെ ഇവിടെ വന്നേരം നല്ലൊരു കുളിയൊക്കെ പാസ്സാക്കിയിട്ട് നല്ല കുളിച്ചൊക്കെ റെഡി ആയിട്ടാണ് പോയത്. ഇനിയിപ്പോൾ അവിടെ പോയി കടന്നാൽ മതി. ഐറൂനും ഫുഡൊക്കെ കൊടുത്തു റെഡിയാക്കി അങ്ങനെയാണ് ഈ പോണത് കേട്ടോ. ഈ വോയിസിൻ്റെ ഉള്ളിൽ കൂടി ടിൻ 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 എന്നുള്ള സൗണ്ട് ഉണ്ടെങ്കിൽ അത് ഐറൂസിൻ്റെ പണിയാണ്. ഇത് പിന്നെ ഓനവിടെ പാത്രത്തിൽ കളിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഓള് പോയി കുറച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നീനു വന്നു. നീനെന്താ വന്ന് കയറിയപ്പോഴാണ് കണ്ടത് കേട്ടോ. ഓള് ഇവിടെ ബസ് ഇറങ്ങുമ്പോൾ വിളിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ വിളിക്കാതെ ഓള് ഇവിടെ തന്നെ ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് നടന്ന് ഇങ്ങനെ പോകുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിളിക്കാനൊന്നും നിന്നില്ല കേട്ടോ. അപ്പോൾ വന്ന് പിന്നെ ഐറു പോയി പറഞ്ഞപ്പോൾ കൊതുപോലോള് ഞാൻ വിളിച്ചപ്പോൾ ബസ് എറിയുമ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിളിച്ചപ്പോൾ ഞാൻ ഐറു ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഓക്ക് ഐറുവിനെ കാണാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് വന്നത്. ഇവിടെ വന്നപ്പോഴാണ് ഐറു ഇല്ലാത്തത്. ഇനിയിപ്പോൾ ഏതായാലും ഓക്ക് ഫുഡൊക്കെ കൊടുക്കട്ടെ. ഓക്ക് വേണ്ടിയിട്ട് ഞാൻ മേമഞ്ചേരിയിൽ നിന്ന് വന്നപ്പോൾ ബ്രോസ്റ്റും കേക്കും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങളെ കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ കേക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കേക്ക് എടുത്ത് കൊടുത്തു കേട്ടോ. ബ്രോസ്റ്റ് പിന്നെ ഞാൻ വന്ന പാടനെ ഫ്രിഡ്ജിക്ക് അങ്ങോട്ട് കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇവിടെ നിന്നിങ്ങനെ ഇതാവണ്ടല്ലോ കരുതി നന്നായിട്ട് ചൂടാക്കിയിട്ട് വേണം ഓക്ക് കൊടുക്കാൻ. അപ്പോൾ ആ ചൂടാകുന്ന ഗ്യാപ്പിൽ ഓക്ക് അത് കൊടുത്തിട്ട് ഞാനാണെങ്കിൽ നല്ല ടയേർഡായിട്ടുണ്ട്. വീഡിയോ മുഴുവൻ ആക്കാനൊന്നും എനിക്ക് പറ്റുന്നില്ല കേട്ടോ. കാരണം നല്ല ക്ഷീണമുണ്ട്. ഇതവിടെ അടുപ്പത്ത് ഞാൻ ബ്രോസ്റ്റും ഈ കുബൂസും കൂടി ഇങ്ങനെ ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ കഴിച്ചു. പിന്നെ എന്താ ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ട്. ഇതൊക്കെ എന്താ വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് ഞാൻ പോയ മുതൽക്ക് ഉണ്ടാക്കി കഴിച്ച ഫുഡിൻ്റെ പാത്രങ്ങളാട്ടോ. ഞാൻ പോകുമ്പോൾ കുറച്ച് ചിക്കൻ വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ മീൻ മസാല പറ്റി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പൊറോട്ട ചപ്പാത്തി എന്തെങ്കിലുമൊക്കെ പുറത്തുനിന്ന് കൊണ്ടുവന്ന് കഴിച്ചാൽ മതിയല്ലോ. അപ്പോൾ കറിയൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ കഴിച്ച് ചൂടാക്കിയതിൻ്റെ ആ പാത്രങ്ങളൊക്കെയാണത്. അങ്ങനെ എല്ലാം കൂടി ഒക്കെ ഒന്ന് ക്ലീൻ ആക്കി ഇനി കിടക്കട്ടോ. ഞാൻ പിന്നെ കൂടുതൽ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നാളെ കാണാം. ബൈ ബൈ.